വെൽക്കം ടു എൻ റൂട്ട് ടു എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ യാത്രയുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. കുറേ എപ്പിസോഡുകളായിട്ട് കുറേ വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്, രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മോശം എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാം ചേർത്തുള്ള വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ നേരത്തെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഇനിയുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു പ്ലാനായിരുന്നു ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ്. നോർത്ത് ഇന്ത്യ തന്നെ നമുക്ക് എവിടെയൊക്കെ പോവും, എന്തൊക്കെയാണ് പ്ലാൻ ഒന്നും നമുക്കൊരു വ്യക്തമായ ഐഡിയ ഇല്ലാതെയാണ് നമ്മൾ ആദ്യമേ തന്നെ പോയത്. എന്തായാലും ഡൽഹി എത്തുക. ഡൽഹിയിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അപ്പം അവൻ ഗൈഡ് ചെയ്ത് നമ്മളെ കൊണ്ടുപോയിക്കോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചുള്ള പ്ലാനുകൾ ഇട്ട് നമ്മൾ ഡൽഹിക്ക് പോവുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യം 2 ഓപ്ഷൻസാണ് നമുക്കുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ട്രെയിനിൽ പോവുക, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിന് പോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് എത്താനും അതുപോലെ തന്നെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൈറ്റാണ് ചൂസ് ചെയ്തത്. ആദ്യമായിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നത്. അതിൻ്റേതായൊരു ടെൻഷനും എക്സൈറ്റ്മെൻറ്റൊക്കെ നമുക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം കിട്ടിയേക്കുന്നത്, അല്ലെങ്കിൽ ടിക്കറ്റ് അലോട്ട് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. 3:10 നമുക്ക് കിട്ടിയേക്കുന്ന ടൈം. അപ്പം 3 മണിക്കൂർ മുന്നേ ചെല്ലണം എന്നെല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എത്തി. നോർത്ത് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫുഡുകൾ, കേരള ഫുഡുകൾ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും, നോൺ വെജൊക്കെ കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ച്, കൊച്ചിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് ചെന്നത്. നമ്മുടെ വണ്ടിയായിട്ട് തന്നെയാണ് കൊച്ചിയിലേക്ക് പോയത്. നമുക്ക് എയർപോർട്ടിൽ തന്നെ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് അവിടെ സേഫായിട്ട് വണ്ടി കിടന്നോളും. അപ്പം നമുക്ക് തിരിച്ച് വരുന്ന ടൈമിലാണല്ലോ വണ്ടി എടുത്ത് പോന്നാൽ മതി. അത്യാവശ്യം ലഗേജ് കാര്യങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെയിറ്റെല്ലാം കറക്റ്റ് അറേഞ്ച് ചെയ്താണ് നമ്മൾ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഫുഡ് കഴിച്ചത് നമ്മുടെ കൊച്ചി എയർപോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ തൊട്ടടുത്തുള്ള പാരഗൺ ഗ്രൂപ്പിൻ്റെ സൽക്കാര എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് അതിൻ്റെയും കൂടെ വീഡിയോ എടുക്കാമായിരുന്നു. നല്ല ഫുഡായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. എന്തായാലും നമ്മൾ കൊച്ചി എയർപോർട്ടിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ എയർപോർട്ട് റോഡിൽ കയറി കഴിയുമ്പോൾ കുറേ ടെർമിനലുകളൊക്കെ കാണിക്കും, 1, 2, 3 എന്നൊക്കെ പറഞ്ഞ്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ പോകുന്ന ടെർമിനൽ 1 ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടായിരുന്നു പോകേണ്ടത്. അതൊക്കെ നമ്മൾ ടിക്കറ്റ് നോക്കി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അതൊന്നും തെറ്റാതെ കറക്റ്റായിട്ട് നമ്മൾ ടെർമിനൽ 1ലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറേ പ്രൊസീജിയറുകളുണ്ട്. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ടിക്കറ്റ് കാണിച്ച് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ബാഗേജുകൾ കൊടുക്കുക. ബാഗേജ് കൊടുക്കുമ്പോഴത്തേനും നമുക്കിതാ ഈ കാണുന്ന രീതിയിലുള്ള ബോർഡിംഗ് പാസ് നമുക്ക് കൈ കിട്ടും. ഈ ബോർഡിംഗ് പാസ് ഉപയോഗിച്ച് നമുക്ക് അലോട്ട് ചെയ്ത സോണിൽ അല്ലെങ്കിൽ ഗേറ്റിൽ പോയി നമുക്ക് ഇരിക്കുക. നമുക്ക് ഏതായാലും ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. നമ്മൾ ആദ്യം ആയതുകൊണ്ട് തന്നെ കുറേ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പുറത്ത് ഗാലറിയിലൂടെ കാണാം ഫ്ലൈറ്റുകൾ വരികയും പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലൈറ്റിനുള്ളിൽ നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡ് അതുപോലെ ഡ്രിങ്ക്സ് കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എയർപോർട്ടിനുള്ളിൽ കയറിയിട്ട് വാങ്ങുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. എയർപോർട്ടിനുള്ളിൽ എന്ത് സാധനം വാങ്ങിയാലും അത് അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ്ലി ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് വന്നതിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു എൻട്രിയും അതുപോലെ തന്നെ ഒരു വാക്ക് വേയും തമ്മിൽ കണക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ നിന്ന് 1 മുതൽ 10 വരെ അങ്ങനെ നമ്പർ വൈസാണ് വിളിച്ചത്. നമുക്ക് ഏതായാലും ആദ്യത്തെ സെഷനിൽ തന്നെ നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത സീറ്റ് എന്ന് വെച്ചാൽ വിൻഡോ സീറ്റായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തൊക്കെയാണ് കാഴ്ച എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ഓർത്താണ് നമ്മൾ അത് ചൂസ് ചെയ്തത്. വിൻഡോ സീറ്റ് തന്നെ കിട്ടിയതുകൊണ്ട് നമുക്ക് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാമെന്നുള്ള പ്ലാനിലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സീറ്റിന് തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു ഫുഡൊക്കെ വെക്കുന്ന ട്രെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആഡംബരമോ കാര്യങ്ങളൊന്നുമില്ല. നോർമലൊരു ഫ്ലൈറ്റ്, നമ്മുടെ ഒരു KSRTC ബസ്സിൻ്റെ സെറ്റപ്പൊക്കെ തന്നെ ഉള്ളൂ. വലിയ സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചിറക് നല്ല രീതിയിൽ കാണാൻ പറ്റും. എന്തായാലും നമ്മൾ ഇത് എടുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നമ്മൾ ഈ എയർപോർട്ടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും കുറേ പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടെ ജസ്റ്റ് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് കയറുമ്പോഴത്തേനും നമ്മളെല്ലാവരും തന്നെ അത്യാവശ്യം ടെൻസ്ഡ് ആവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ ആദ്യമേ നമ്മുടെ ടിക്കറ്റും അതുപോലെ തന്നെ ID കാണിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം
നമ്മുടെ ബാഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന ലഗേജുകൾ അവിടെ കൊടുക്കാൻ വേണ്ടി ഇതിന് നമുക്ക് അലോട്ട് ചെയ്തേക്കുന്ന ഒരു ഓഫീസ് ഉണ്ടാവും. ഇപ്പോൾ ഇൻഡിഗോടെ ആണെങ്കിൽ ഇൻഡിഗോഡ് ഓഫീസിൻ്റെ അവിടെ ചെല്ലുക, നമ്മുടെ ഈ സംഭവങ്ങൾ കൊടുക്കുക. ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ലഗേജുകൾ മുഴുവൻ അവർ സ്കാൻ ചെയ്യും. അതിന് ശേഷം നമുക്ക് ഒരു ബോർഡിംഗ് പാസ്, നേരത്തെ കാണിച്ച ബോർഡിംഗ് പാസ് നമ്മുടെ കയ്യിൽ തരും. ഈ ബോർഡിംഗ് പാസ്സുമായിട്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കപ്പിന് പോകണം. സെക്യൂരിറ്റി ചെക്കപ്പിന് പോകുന്ന ടൈമിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റലിൻ്റെ സാധനങ്ങളോ, ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ബെൽറ്റ് വരെ ആണെങ്കിൽ ബെൽറ്റ് വരെ നമ്മൾ ഊരി അവിടെ ഒരു ട്രേ വെച്ചിട്ടുണ്ടാവും, ആ ട്രേയിലിട്ട് അവർക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോണ്, ചാർജർ, പവർ ബാങ്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ട്രേയിൽ ഇട്ട് നമ്മൾ കൈ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മളെ അവിടുത്തെ ഒരു സ്റ്റാഫ് നമ്മളെ പരിശോധിക്കും. മെറ്റൽ ഡിറ്റക്ടർ വെച്ച് നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്യും. അതിന് ശേഷമാണ് നമ്മളെ കടത്തി വിടുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന ക്യാബിൻ ബാഗ് മാത്രമാണ് കയ്യിൽ വെക്കാൻ പറ്റുക. ബാക്കിയുള്ള കാര്യങ്ങൾ ലഗേജായിട്ട് നമ്മുടെ എത്തേണ്ട ഏത് എയർപോർട്ടാണോ അങ്ങോട്ടേക്ക് സാധനം വന്നു ചേരും. ഇങ്ങനെയാണ് എയർപോർട്ടിലൊരു പ്രൊസീജിയർ. നല്ല രീതിയിലുള്ള ഒരു അസിസ്റ്റൻസാണ് നമുക്ക് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റ് പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഒപ്പം നമ്മുടെ എയർ ഹോസ്റ്റസ്മാരൊക്കെ നല്ല രീതിയിലുള്ള നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അനൗൺസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹിന്ദിയും ഇംഗ്ലീഷും ലാംഗ്വേജ്, 2 ലാംഗ്വേജിലാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മളതെല്ലാം ശ്രദ്ധിച്ച് കേട്ടിരുന്നു. പിന്നെ മൂവ് ചെയ്യുന്ന ടൈമിൽ, അതായത് വെച്ചാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വെപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ടൈമിലുള്ള സംഭവങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ല. പൈലറ്റിൻ്റെയും എയർ ഹോസ്റ്റസിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് വേറെ പ്രശ്നങ്ങളോ ജെർക്കിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടേക്ക് ഓഫ് ആയിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടുക, അതുപോലെ തന്നെ ഫുഡ് ട്രേ കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കി വെക്കരുത്, അതുപോലെ തന്നെ മൊബൈൽ ഫ്ലൈറ്റ് മോഡിലിടുക. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു. നല്ല സ്മൂത്തായിട്ട് തന്നെ ഫ്ലൈറ്റ് എയറിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ച നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരു തൂവൽ പാറുന്ന പോലെയൊക്കെ ആയിരിക്കും തോന്നുന്നതെങ്കിലും നല്ല ഫാസ്റ്റായിട്ടാണ് ഈ സാധനം മൂവ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊരു വെള്ളം കൊണ്ട് തന്നിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ ബോറടിച്ച് തുടങ്ങും ഫ്ലൈറ്റ് ജേണി. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ച് പോയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ബോറടി തോന്നും. അപ്പോൾ അവരുടെ ഗ്ലാസ്സിലൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് മനുഷ്യൻ എന്തായാലും ബോറടിക്കും എന്നുള്ളൊരിതുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും കുറച്ച് രസകരമായുള്ള തോട്ട്സൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പച്ചവെള്ളം വരെ ഹൈ സ്റ്റാൻഡേർഡിലാണ് കൊടുക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് ബോറടി മാറിയില്ല. എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മൾ ഡൽഹി എത്തിയിട്ടുണ്ട്. ഡൽഹി എത്തിയപ്പോഴത്തേനും നമ്മുടെ പാർട്ട്ണറും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പാർട്ട്ണറൊക്കെ ആയിട്ടുള്ള റാഷി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് വണ്ടിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു എർട്ടിക ആയിരുന്നു. രാജസ്ഥാൻകാരനായിട്ടുള്ള മുകേഷ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ഡ്രൈവർ. എന്തായാലും ലഗേജെല്ലാം എടുത്ത് വെച്ച് നമ്മൾ അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഹോട്ടലിലേക്കാണ് പോവുക. ഇന്ന് ഹോട്ടലിൽ പോയി റെസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസത്തെ പ്ലാന് കാര്യങ്ങളൊക്കെ. നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ഹോട്ടൽ നമ്മുടെ എയർപോർട്ട് സിറ്റി തന്നെയായിരുന്നു. ഡൽഹി എയർപോർട്ട് സിറ്റി തന്നെ അവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള നല്ല അടിപൊളി റൂമും നല്ല അന്തരീക്ഷമുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. AC വാട്ടർ ഹീറ്റർ, അതുപോലെ തന്നെ നല്ലൊരു അലമാര, പിന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ചാർജിങ് പോയിൻറ്റുകൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഉൾപ്പെടുത്തിയ നല്ലൊരു ഹോട്ടൽ റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും നല്ല രീതിയിൽ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. റാഷി നേരത്തെ തന്നെ ഫുഡിൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞിരുന്നു എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന്. നല്ല രീതിയിലുള്ള ഫുഡ് കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. വന്ന പാടെ നമ്മുടെ ബാഗിൻ്റെ നല്ല ചിപ്സ് കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ആൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടലിലെ ടോയ്ലറ്റ് എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ടോയ്ലറ്റ്. അതെല്ലാം നല്ല നീറ്റായിരുന്നു. അതുപോലെ തന്നെ സോപ്പ് ടവല് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വലിയ ടീമിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ഡൈനിങ് കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ആ ഹോട്ടലിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മെയിൻ സംഭവം ഫുഡിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഒരു സംഭവം മാത്രം അലുമിനിയം ഫോയിലിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നോക്കിയപ്പം ചപ്പാത്തിയാണോ റൊട്ടിയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ റൊട്ടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഫ്രണ്ട് നമുക്കൊരു ഇൻഫർമേഷൻ തന്നു, ബീഫ് എന്ന കാര്യങ്ങളൊക്കെ പറയരുത്, ചിലപ്പോൾ ആൾക്കാർ വരേണ്ട സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോഷൻ എന്നുള്ള രീതിയിൽ. അതിനൊപ്പം തന്നെ പച്ചരിച്ചോറ്, പിന്നെ ദാല്, വെജ് കറി, സാലഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു, പനീർ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു അവിടുത്തെ മെയിൻ ഫുഡ്.
ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ കുറച്ച് നോൺ വെജ് ഒക്കെ കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുമായിരുന്നു. നമ്മുടെ കേരളത്തിൽ എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിലൊരു വയലൻസ് ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും എന്തായാലും ഇല്ല. എന്തായാലും നമ്മൾ ഉള്ളത് കൂട്ടി കഴിച്ചു. അതിനുശേഷം നമ്മൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം തൊട്ടുള്ള യാത്രകൾ, എവിടെയൊക്കെ പോയി, എന്തൊക്കെയായിരുന്നു പ്ലാന്, കുറേ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, കുറേ നല്ല കാഴ്ചകളുണ്ട്, മോശം അനുഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ സ്റ്റേ ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം പറയാനുണ്ട്. അപ്പം അടുത്ത കാഴ്ചത്തെ വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ.